മണിമുഴക്കത്തിൽ കവിതയില്ലായിരുന്നുവെങ്കിൽ അത് കേട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരില്ലായിരുന്നു. മീൻകൂക്കിയിൽ കവിതയില്ലായിരുന്നുവെങ്കിൽ അടുത്ത ദിവസവും നിങ്ങളതിനെ കാത്തു നിൽക്കില്ലായിരുന്നു. പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളിലും കവിത കാണുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വീരാൻകുട്ടി മാഷിൻ്റെ തൊട്ടു തൊട്ടു നടക്കുമ്പോൾ എന്ന കവിതാ പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ചെറിയ ചെറിയ ഒച്ചകൾ കൊണ്ട് മലയാള കവിതാ ലോകത്ത് വലിയ വലിയ ലോകം സൃഷ്ടിച്ച മലയാളത്തിൻ്റെ കവിയാണ് വീരാൻകുട്ടി മാഷ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ചെറിയ ചെറിയ വരികളാണ് നമുക്ക് മുന്നിൽ തരുന്നതെങ്കിലും വലിയ വലിയ വരികൾക്ക് നമുക്ക് പകർന്നു തരാൻ കഴിയാത്ത വൈകാരിക തലം അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളും നമുക്ക് സമ്മാനിക്കും. തൊട്ടു തൊട്ടു നടക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു അനുഭവമാണ് ഓരോ വായനക്കാരനും പകരുന്നത്. അത് ഒരു വലിയൊരു പെരുമഴക്കാലം സൃഷ്ടിക്കുന്നില്ല എങ്കിലും ചെറിയ ചെറിയ ചാറ്റൽ മഴകളിലൂടെ നമ്മളെ പനി പിടിപ്പിക്കുക തന്നെ ചെയ്യും. ഈ പ്രപഞ്ചത്തിലെ എല്ലാ വൈകാരിക മാനസിക അവസ്ഥകളിൽ കൂടിയും ചെറിയ ചെറിയ വരികളിൽ കൂടി വലിയ ലോകം സൃഷ്ടിക്കുകയാണ് തൊട്ടു തൊട്ട് നടക്കുമ്പോൾ. പ്രണയം, പരിസ്ഥിതി, ഏകാന്തത, അത്തരത്തിൽ മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള വൈകാരിക തലങ്ങളെയും ചെറിയ ചെറിയ വരികൾ കൊണ്ട് ഹൃദയത്തിൽ തൊടുന്ന തരത്തിലാണ് വീരാൻകുട്ടി മാഷിൻ്റെ തൂലിക ഈ കവിതകളിൽ കൂടി ചലിക്കുന്നത്. വീരാൻകുട്ടി മാഷിൻ്റെ വിരലുകളിൽ തൂലിക ചലിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടിയാണ്. പ്രണയം, പരിസ്ഥിതി, ഏകാന്തത തുടങ്ങിയ മനുഷ്യൻ്റെ എല്ലാ മാനസിക തലങ്ങളിലും സാമൂഹിക തലങ്ങളിലും രാഷ്ട്രീയ തലങ്ങളിലും അദ്ദേഹം കവിതകളിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. മലയാളത്തിലെ ഏറ്റവും മികച്ച പരിസ്ഥിതി കവിതകളിൽ ഒന്നായ തൊട്ടാവാടി എന്ന കവിത തൊട്ടു തൊട്ടു നടക്കുമ്പോൾ എന്ന കവിതാ പുസ്തകത്തിലുണ്ട്. അതിലെ വരികൾ ഇങ്ങനെയാണ്: തൊട്ടാവാടി അരുതേ എന്ന് നിശബ്ദം കൈകൂപ്പി യാചിച്ചത് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ വേണ്ടിയായിരുന്നെന്ന് ഓർത്തിരുന്നുവോ പിഴുതു കളയുമ്പോൾ? വലിയ തരത്തിലുള്ള ഒരു പാരിസ്ഥിതിക ദർശനം കാഴ്ചവെക്കുന്ന മലയാളത്തിലെ മികച്ച കവിതയാണ്. അതുപോലെ തന്നെ ഈ കവിതാ സമാഹാരത്തിലെ മറ്റൊരു കവിത ഇങ്ങനെയാണ്: ആശ്ലേഷം എന്നാണ്. ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നമ്മൾ അകറ്റി നട്ട മരങ്ങൾ. പ്രകൃതിയെ, പരിസ്ഥിതിയെ, പ്രണയത്തെ ഇതിനേക്കാളും വലുതായിട്ട് എങ്ങനെയാണ് അടയാളപ്പെടുത്താൻ കഴിയുന്നത്? അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കവിതാ സമാഹാരത്തിലെ മറ്റൊരു കവിത ഇങ്ങനെയാണ്: പുഴുവായി ഉറങ്ങി ഞാൻ ഉണർന്നപ്പോൾ പൂമ്പാറ്റയായി, പുഴുവായി ഉറങ്ങി ഞാൻ ഉണർന്നപ്പോൾ പൂമ്പാറ്റയായി. അത്രമേൽ പ്രണയത്തിൽ ആരാണ് സ്വപ്നത്തിൽ വന്നെന്നെ ഉമ്മ വച്ചത്? വീരാൻകുട്ടി മാഷിൻ്റെ കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സൂക്ഷ്മരാഷ്ട്രീയം. പ്രത്യക്ഷമായ വായനയിൽ അതിൽ ഒരു രാഷ്ട്രീയ ദർശനം നമുക്ക് വായിക്കാൻ കഴിയില്ല എങ്കിലും സൂക്ഷ്മമായ വായനയിൽ കൃത്യമായ രാഷ്ട്രീയ ദർശനം വീരാൻകുട്ടി കവിതകൾ വിളിച്ചു പറയുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കവിതയാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. എഴുതൂ, മരങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി ഈ കടലാസിൽ തന്നെ എഴുതും. അറക്കവാൾ വച്ച് വീഴ്ത്തി ഇടിച്ചു പരത്തി മിനുസപ്പെടുത്തിയ ഇതേ വെള്ളത്താളിൽ തന്നെ. ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, പാരിസ്ഥിതിക ബോധമുണ്ട്, മാനുഷിക തലങ്ങളുണ്ട്, പ്രപഞ്ച സത്യങ്ങളെ വിളിച്ചു പറയുന്ന പരിണാമത്തിൻ്റെ വൈകാരിക തലങ്ങളെ അക്ഷരങ്ങളിലൂടെ കവിതകളിലൂടെ മനസ്സിലേക്ക് തൊടുന്ന കാവ്യശില്പത്തിൻ്റെ ഒരു ഉദാഹരണമാണ് മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി വീരാൻകുട്ടി മാഷിൻ്റെ തൊട്ടു തൊട്ടു നടക്കുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിലെ ഓരോ കവിതകളും. വീരാൻകുട്ടി മാഷ് പ്രണയം എഴുതുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ പ്രണയിക്കുകയാണ്. അത്രമേൽ ആർദ്രമായാണ് ഓരോ വരികളിൽ കൂടിയും വീരാൻകുട്ടി മാഷിൻ്റെ തൂലിക ചലിക്കുന്നത്. അത്തരത്തിൽ തൊട്ടു തൊട്ടു നടക്കുമ്പോൾ എന്ന ചെറിയ കവിതാ സമാഹാരത്തിൽ മനോഹരമായ ഒത്തിരി പ്രണയ കവിതകളുണ്ട്. പ്രണയ മനസ്സുകൾക്ക്
ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ചില പ്രണയ കവിതകൾ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തും. ആര് പറഞ്ഞ് പറക്കാനാവില്ല, ആര് പറഞ്ഞു പറക്കാനാവില്ല എങ്കിൽ പ്രണയത്തിൽപ്പെട്ട നാൾ മുതൽ നിന്റെ പാദങ്ങൾ ഭൂമിയിൽ തൊട്ടതിൻ്റെ തെളിവുകൾ അവർ ഹാജരാക്കട്ടെ. തൊട്ട് നടക്കുമ്പോൾ എന്ന കവിതാ പുസ്തകത്തിലെ സ്റ്റിക്കർ എന്നൊരു കവിത പറയുന്നത് ഇങ്ങനെയാണ്: ഓർത്തിരിക്കാതെ രണ്ട് പ്രാണൻ തമ്മിൽ ഒട്ടുന്നതിൻ്റെ ആകസ്മികതയുണ്ട് ഏത് പ്രണയത്തിൽ, കീറിക്കൊണ്ടല്ലാതെ വേർപെടുത്താൻ പറ്റാത്തതിൻ്റെ നിസ്സഹായതയുണ്ട് അതിൻ്റെ പിരിയലിൽ. 2 പതിറ്റാണ്ടിനിടയിൽ വീരാൻകുട്ടി മാഷ് എഴുതിയ ചെറു കവിതകളാണ് തൊട്ടു നടക്കുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രണയം, പരിസ്ഥിതി, രാഷ്ട്രീയം, ഏകാന്തത തുടങ്ങി പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളിൽ കൂടിയും ഈ കവിത വായനക്കാരനെ കൊണ്ടുപോകും. അനുഭവങ്ങളുടെ വൻകരകൾ തീർത്തുകൊണ്ടു പോകുന്ന ഈ കവിത ചെറിയ ഒച്ചകളാണ് കേൾപ്പിക്കുന്നതെങ്കിലും അത് വലിയ ലോകങ്ങൾ തീർക്കുകയാണ്. മനുഷ്യന് മറക്കാൻ കഴിയാത്ത മനസ്സിൻ്റെ 1000 സ്വപ്നങ്ങളുടെ ആകാശങ്ങളിലേക്ക് ഓരോ കവിതകളിൽ കൂടിയും കവി നമ്മെ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലെ ഓരോ കവിതകളും നമ്മൾ വായിക്കുക. അതൊരു പുതിയൊരു അനുഭവമായിരിക്കും. പുതിയൊരു വൈകാരിക തലങ്ങൾ നമ്മളിലേക്ക് കവിതകളായി ഇറങ്ങി വരാൻ കഴിയും. കവിതകളായി വിടരട്ടെ ഓരോ കവിതകളും. വീരാൻകുട്ടി മാഷിൻ്റെ തൊട്ടു നടക്കുമ്പോൾ എന്ന കവിതാ പുസ്തകമാണ് ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. മറ്റൊരു പുസ്തകത്തിൻ്റെ വായനയുമായി അടുത്ത അധ്യായത്തിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.